ചോദ്യം നമ്പർ 29. പാട്ടുകാവ്യങ്ങളിൽ ഉൾപ്പെടാത്ത കൃതിയേത്? അനന്തപുര വർണ്ണനം. പാട്ടുകാവ്യങ്ങൾ ഉൾപ്പെടാത്ത കൃതിയാണ് അനന്തപുര വർണ്ണനം. പാട്ടുകാവ്യങ്ങൾ ഉൾപ്പെടുന്ന കൃതികളാണ് ഭാഷാ ഭഗവത്ഗീത, തിരുനിഴൽമാല, കണ്ണശ രാമായണം. ചോദ്യം നമ്പർ 30. ലോക നാടക ദിനം ഏത്? മാർച്ച് 27. ലോക നാടക ദിനം മാർച്ച് 27. ചോദ്യം നമ്പർ 31. തുളസീവനം എന്ന തൂലികാനാമം ഏതു സാഹിത്യകാരൻ്റേതാണ്? തുളസീവനം എന്ന തൂലികാനാമം ആർ രാമചന്ദ്രൻ നായരുടേതാണ്. തുളസീവനം എന്ന തൂലികാനാമം ആർ രാമചന്ദ്രൻ നായരുടേതാണ്. മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ വയലാർ രാമവർമ്മ അനുസ്മരിക്കുന്നത് ആരെയാണ്? കേസരിയെ ബാലകൃഷ്ണപിള്ളയെ. മാടവനപ്പറമ്പിലെ ചിത എന്ന കവിതയിൽ വയലാർ രാമവർമ്മ അനുസ്മരിക്കുന്നത് കേസരിയെ ബാലകൃഷ്ണപിള്ളയെയാണ്. ഓഫ് ഗ്രമറ്റോളജി എന്ന കൃതിയുടെ കർത്താവ്? ഴാക്ക് ദെറീദ. ഓഫ് ഗ്രമറ്റോളജി എന്ന കൃതിയുടെ കർത്താവ് ഴാക്ക് ദെറീദ. ചോദ്യം നമ്പർ 34. പദ്യം വാർക്കുന്ന തോത് എന്ന് AR കണക്കാക്കുന്നത് എന്തിനെയാണ്? വൃത്തം. പദ്യം വാർക്കുന്ന തോത് എന്ന് AR കണക്കാക്കുന്നത് വൃത്തത്തെയാണ്. ചോദ്യം നമ്പർ 35. ഭാഷാ സംക്രമണവാദത്തിന്റെ ഉപജ്ഞാതാവ് ആര്? CL ആന്റണി. ഭാഷാ സംക്രമണവാദത്തിന്റെ ഉപജ്ഞാതാവ് CL ആന്റണി. ചോദ്യം നമ്പർ 36. സമൃദ്ധോകാരത്തിന് LV രാമസ്വാമി അയ്യർ നൽകിയ പേരെന്ത്? കേന്ദ്രസ്വരം. സമൃദ്ധോകാരത്തിന് LV രാമസ്വാമി അയ്യർ നൽകിയ പേര് കേന്ദ്രസ്വരം. ചോദ്യം നമ്പർ 37. പന്തളം കേരളവർമ്മ രചിച്ച തങ്കമ്മ എന്ന പച്ചമലയാള കാവ്യത്തിന്റെ 2ാം ഭാഗം രചിച്ചതാര്? ഉള്ളൂർ. പന്തളം കേരളവർമ്മ രചിച്ച തങ്കമ്മ എന്ന പച്ചമലയാള കാവ്യത്തിന്റെ 2ാം ഭാഗം രചിച്ചത് ഉള്ളൂർ. ചോദ്യം നമ്പർ 38. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി അച്ചടിച്ചത് എവിടെയാണ്? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം ആദ്യമായി അച്ചടിച്ചത് ആംസ്റ്റർഡാമിൽ വെച്ചാണ്. ചോദ്യം നമ്പർ 39. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതി രചിച്ചതാര്? MK സാനു. ബഷീർ ഏകാന്തവീതിയിലെ അവധൂതൻ എന്ന ജീവചരിത്ര കൃതി രചിച്ചത് MK സാനു.